നമസ്കാരം, ഞാൻ ആയുഷ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിന് മികച്ച വളർച്ചയും അതേപോലെ നല്ല പച്ചപ്പും കൂടാതെ മികച്ച വിളവൊക്കെ കിട്ടുവാൻ സഹായിക്കുന്ന എപ്സം സാൾട്ടിനെ പറ്റിയാണ്. നമ്മുടെ കൃഷിക്കാർക്ക് ഒരുപാട് ഗുണം നൽകുന്നതാണ് എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ്. എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്കൊക്കെ ഒരുപാട് ഗുണം നൽകുന്നതാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണിയും തരുന്നതാണ്. അപ്പോൾ എന്താണ് എപ്സം സാൾട്ട് എന്നും അതെങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇതുകൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാവുന്നതാണ്. നമ്മൾ എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് പ്രാഥമിക മൂലകങ്ങളായിട്ടുള്ള NPK അടിവളമായിട്ട് നൽകാറുണ്ട്. NPK എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയാണ്. ഇതാണ് പ്രാഥമിക മൂലകങ്ങൾ. ഏതൊരു കൃഷിക്കും ബേസായിട്ട് ആവശ്യമുള്ളത് ഇതാണ്. പിന്നെ ഇത് കൂടാതെ ദ്വിതീയ മൂലകങ്ങളായിട്ടുള്ള മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം എന്നിവയും കൃഷിക്ക് അനിവാര്യമാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് മൈക്രോന്യൂട്രിയൻ്റ് ഉപയോഗിക്കാറുണ്ട്, കൃഷിക്ക് അതും ആവശ്യമാണ്. ഈ പ്രധാനമായിട്ടും എപ്സം സാൾട്ടിൽ അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം, സൾഫർ, ഓക്സിജൻ എന്നിവയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തുള്ള മഗ്നീഷ്യം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ചെടികളുടെ ചുവട്ടിൽ ഇട്ടിരിക്കുന്ന വളമായിട്ട് നൽകിയിട്ടുള്ള NPK, അതായത് പ്രാഥമിക മൂലകങ്ങളായിട്ടുള്ള NPK ആ ചെടികൾക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ മണ്ണിനകത്ത് മഗ്നീഷ്യം വളരെ ആവശ്യമാണ്. മഗ്നീഷ്യം നൽകി കഴിഞ്ഞാൽ ആ ചെടികൾക്ക് കൂടുതലായിട്ട് പ്രകാശത്തെ വലിച്ചെടുക്കാനും അതേപോലെ ആ ചെടികളുടെ ഒരു ഹരിതാപം നിലനിർത്താനും അത് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ മഗ്നീഷ്യം ഇട്ട് നൽകുന്ന അല്ലെങ്കിൽ എപ്സം സാൾട്ട് നൽകുന്ന ചെടികൾക്ക് എപ്പോഴും ഒരു പച്ചപ്പ് കാണുന്നത്. പിന്നെ ഇതിനൊപ്പമുള്ള സൾഫർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിലെ നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ, അതായത് വലിച്ചെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മണ്ണിനകത്ത് സൾഫർ ആവശ്യമാണ്. പിന്നെ കേരളത്തിലെ മണ്ണുകളെല്ലാം പൊതുവെ വ്യത്യസ്തമായിട്ടുള്ള മണ്ണുകളാണ്. എല്ലാ ജില്ലകളിലും നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ മണ്ണിനകത്ത് അതായത് പാലക്കാട് പോലുള്ള ചില ജില്ലകളിലെ മണ്ണിനകത്ത് മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സാൾട്ട് ഉപയോഗിക്കേണ്ടി വരില്ല. നമ്മൾ എപ്സം സാൾട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മിതമായിട്ടുള്ളൊരു അളവിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഈ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് എപ്സം സാൾട്ടിലെ ആ മഗ്നീഷ്യം നമ്മൾ കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് കാൽസ്യം അതുപോലെ പൊട്ടാഷൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ആ ചെടികൾക്ക് ഒരു മുരടിപ്പ് ഉണ്ടാകുകയും അതേപോലെ തന്നെ ഇലകൾക്ക് ഒരു മഞ്ഞളിപ്പൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണറിഞ്ഞ് മാത്രമേ നമ്മൾ ഈ എപ്സം സാൾട്ട് പോലുള്ള സാധനങ്ങൾ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ എപ്സം സാൾട്ട് എന്നത് ഒരുപാട് വിലയുള്ളൊരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു 35-40 രൂപയ്ക്കാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഒരു ഓർഗാനിക് വളങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ ഇതിന് വില വരുന്നത്. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് നോക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ ചാർജ് ശലം കൂടുതലായിരിക്കും. പിന്നെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പഞ്ചസാരയാണെന്നേ തോന്നുകയുള്ളൂ, അതേപോലെ ക്രിസ്റ്റലായിട്ടാണ് കാണുന്നത്. പിന്നെ എപ്സം സാൾട്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നും, ഇത് കറിയുപ്പാണോ എന്ന്. അല്ല, ഇത് രണ്ടും രണ്ടാണ്. എപ്സം സാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അതിനകത്ത് മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് മഗ്നീഷ്യവും സൾഫറും ഓക്സിജനുമാണ്. എന്നാൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ആണ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ ചില യൂട്യൂബേഴ്സൊക്കെ അവരുടെ വീഡിയോയ്ക്ക് ഒരു തംബ്നെയിലിനകത്ത് വ്യൂ കൂട്ടാൻ വേണ്ടി അവർ കൊടുക്കുന്നൊരു സംഭവമാണ്, 1 സ്പൂൺ ഉപ്പ് മതി കൃഷി പൊടി പൊടിക്കും അല്ലെങ്കിൽ 100 മേനി വിളവ് കിട്ടുമെന്നൊക്കെ. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടത്. രണ്ട് ഐറ്റമാണ്. പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെയുള്ള ക്യാപ്ഷനൊക്കെ കണ്ടിട്ട് വീട്ടിലിരിക്കുന്ന കറിയുപ്പൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് പച്ചമുളകിനൊക്കെ സ്പ്രേ ചെയ്തിട്ട് മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരിക്കലും അങ്ങനെയൊക്കെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. കാരണം ഈ രണ്ടും രണ്ടാണ്. നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് എപ്സം സാൾട്ടാണ്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. യാതൊരു കാരണവശാലും നമ്മൾ കൃഷിക്ക് വേണ്ടി നമ്മുടെ അടുക്കളയിൽ ആ ഉപ്പ്, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആ ഉപ്പ് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ഇതേ ഗ്രാന്യൂൾ രൂപത്തിൽ തന്നെ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ അളവ് ഒരിക്കലും കൂടാൻ പാടില്ല. 1 ടീസ്പൂൺ അളവ് എടുത്തിട്ട് ഒരു ചെടിയുടെ തണ്ടിൽ മുട്ടാത്ത വിധത്തിൽ ആ ചെടിയുടെ ചുറ്റിനും ഇട്ടിട്ട് നമ്മളെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവെടുക്കുക. അതെടുത്തിട്ട് 1 ലിറ്റർ വെള്ളമായിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ
ഇലകളിലും തണ്ടിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ലതാണ്. പക്ഷെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കഴിവതും അതിരാവിലെ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. കാരണം ചെടികളുടെ ഇലകൾക്ക് ഇതൊന്ന് വലിച്ചെടുക്കാൻ ഒരു അല്പം 3-4 മണിക്കൂറെങ്കിലും സമയം അനിവാര്യമാണ്. നമ്മൾ പക്ഷേ അല്പം നല്ല വെയിലൊക്കെ ആയതിനു ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഉണങ്ങിപ്പോകുന്നത് കാരണം ആ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നതാണ്. നമുക്ക് ഈ 2 രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ വഴുതന പോലുള്ള കൃഷിക്ക് കഴിവതും നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് വഴുതനയ്ക്കൊക്കെ നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ്. പിന്നെ പച്ചമുളക് ചെടി പോലുള്ള മറ്റ് ചെടികൾക്കൊക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചെടികൾക്ക് മഗ്നീഷ്യം സൾഫേറ്റ് മാസത്തിൽ ഒറ്റ തവണ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഓവറായിട്ട് നൽകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് പച്ചക്കറി ചെടി തന്നെയല്ല, നമുക്ക് പൂച്ചെടികളാട്ടെ ഇലച്ചെടികളാട്ടെ അതിനെല്ലാം നമുക്ക് ഈ മഗ്നീഷ്യം സൾഫേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പൂച്ചെടികളൊക്കെ ആണെങ്കിൽ അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ, കാരണം അതിനൊന്നും ഒരുപാട് അധികം ആവശ്യം വരുന്നില്ല. തക്കാളി പോലുള്ള കൃഷികൾക്ക് നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ കുരുമുളക് ചെടിയാകട്ടെ മറ്റ് എന്തും ചെടികൾക്ക് നമുക്ക് ഈ മഗ്നീഷ്യം സൾഫേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ചെടികൾക്ക് ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചെടികൾ തഴച്ചു വളരുന്നു, അതേപോലെ നല്ല പച്ചപ്പൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നല്ലതാണ്, എന്നാൽ അല്പം കൂടുതലായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആ ചെടികൾക്ക് പൊട്ടാഷ്യം അതേപോലെ കാൽസ്യമൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടമാകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെടിക്ക് മുരടിപ്പും അതേപോലെ മഞ്ഞളിപ്പൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിനകത്ത് നമ്മുടെ കൃഷിക്ക് വളരെ മിതമായിട്ടൊരളവിൽ നമ്മുടെ മണ്ണിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എപ്സം സാൾട്ട് വാങ്ങിച്ചുപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ എപ്സം സാൾട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയം ഓപ്പണായിട്ട് വെക്കാൻ പാടില്ല. ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വായുവുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ട് ഇത് ആക്റ്റീവായിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് വായു കിടക്കാത്ത ഒരു ടിന്നിനകത്തിട്ട് അടച്ചു വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മളിത് ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവായിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.